നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. ISL ഇന്നലെ 2 മത്സരങ്ങളായിരുന്നു നടന്നത്. എന്തായാലും ആദ്യ മത്സരത്തിൽ നേരിട്ടത് ഏത് ടീമാണെന്ന് നോക്കുകയാണെങ്കിൽ ഒഡീഷ FC വേഴ്സസ് മോഹൻ ബഗാൻ സൂപ്പർ ജിയൻസ് ആയിരുന്നു ആദ്യ മത്സരത്തിൽ ഏറ്റുമുട്ടിയത്. ആ മത്സരത്തിൽ ഇരു ടീമുകൾക്കും ഒരു ഗോൾ പോലും അടിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ മത്സരം സമനിലയിൽ അവസാനിക്കുക തന്നെയായിരുന്നു. രണ്ടാമത്തെ മത്സരം വാശിയേറിയ മത്സരം തന്നെയെന്ന് പറയേണ്ടി വരും. ഹൈദരാബാദ് FC വേഴ്സസ് ബാംഗ്ലൂർ FC മത്സരമായിരുന്നു നടന്നത്. ആ മത്സരത്തിൽ കരുത്തരായ ബാംഗ്ലൂർ FC വിജയം കരസ്ഥമാക്കുകയായിരുന്നു. ആദ്യ പകുതിയിൽ ഇരു ടീമുകളും ഒരു ഗോൾ പോലും അടിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. അതിനുശേഷം 80-ാം പകുതിയിൽ ഹൈദരാബാദ് FC ആയിരുന്നു ഒരു ഗോളിന് മുന്നിൽ നിന്നത്. അതിനുശേഷം 87-ാം മിനിറ്റിൽ ജവി ഹെർണാണ്ടസിലൂടെയും അതേപോലെ തന്നെ ശിവശക്തിയിലൂടെയും 2 ഗോൾ നേടി ബാംഗ്ലൂർ FC ഒരു വമ്പൻ വിജയം നേടുകയായിരുന്നു. ഹൈദരാബാദ് FC വീണ്ടും മോശം പ്രകടനം കാഴ്ചവെച്ച് പോയിൻ്റ് ടേബിളിൽ ഏറ്റവും അവസാന നിലയിൽ തന്നെ കിടക്കുകയാണ്. അതേപോലെ ആരാധകർ കാത്തിരുന്ന പ്രതീക്ഷിക്കുന്ന മത്സരമാണ് ഇന്ന്. കേരള ബ്ലാസ്റ്റേഴ്സും FC ഗോവയുമാണ് ഇന്ന് നേരിടാൻ പോകുന്നത്. പോയിൻ്റ് ടേബിളിൽ 5-ാം സ്ഥാനത്തും അതേപോലെ തന്നെ 3-ാം സ്ഥാനത്തും കിടക്കുന്ന ടീമാണ് FC ഗോവ വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം. നമുക്ക് മുൻപിലത്തെ എടുത്ത് നോക്കുകയാണെങ്കിലും FC ഗോവയ്ക്ക് തന്നെയാണ് മുൻതൂക്കം. എങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിൽ മികച്ച താരങ്ങളുണ്ട്, പരിക്ക് പറ്റിയെങ്കിൽ പോലും. എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിജയം തന്നെ കരസ്ഥമാക്കണം. അതേപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇന്ന് കഴിഞ്ഞ മത്സരത്തിൽ കളിക്കാതിരുന്ന ഡിമിട്രിയോസ് ഡയമൻഡോക്കോസ് ഇറങ്ങുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിച്ചത്. ദ കിങ് ഈസ് ബാക്ക് എന്ന് തന്നെ പറയണം. നമുക്കറിയാം, ഡിമിട്രിയോസിൻ്റെ വക ഗോളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് കുറച്ചെങ്കിലും ഇനി മത്സരങ്ങളിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത മത്സരം എങ്ങനെയും വിജയം തന്നെ കരസ്ഥമാക്കണം. അതേപോലെ തന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരം പറഞ്ഞ വാക്കുകൾ നോക്കാം. KP രാഹുൽ പറഞ്ഞ വാക്കുകൾ നോക്കാം. KP രാഹുൽ പറഞ്ഞത് ഇങ്ങനെയാണ്: താൻ നല്ല പ്രകടനങ്ങൾ നടത്തിയ മത്സരവും ഉണ്ട്, ആളുകൾ ഗോളടിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നുള്ളൂ എന്നാണ് ഇപ്പോൾ ആരാധകർക്കെതിരെ ഇപ്പോൾ KP പറഞ്ഞിരിക്കുന്നത്. എന്തായാലും രാഹുൽ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കുറച്ച് ആരാധകരൊക്കെ ആയിരിക്കും രാഹുലിനെ തള്ളിപ്പറയാൻ കൂട്ടുനിൽക്കുന്നത്. അഡ്രിയാൻ ലൂണ എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ കാണും. മത്സരം കാണാൻ വേണ്ടി സ്റ്റേഡിയത്തിലുണ്ടാകുമെന്നാണ് അറിയുന്നത്.